മോനെ ഇത് കണ്ടോടാ. ഇതെന്തോന്നറിയാമോ? ഇത് അന്യ രാജ്യത്തെ കയറ്റി അയക്കാനുള്ള സാധനം. ഇത് വിദേശ രാജ്യങ്ങളിൽ ചെമ്മീന് കണ്ടോ? ഒരെണ്ണത്തിന്റെ വലിപ്പം കണ്ടോ? ചെമ്മീന്റെ പേരെന്തോ? ടൈഗർ. ടൈഗർ ചെമ്മീൻ എന്ന് പറയുന്നത് ഇതിന് ഇപ്പൊ 10 തൂങ്ങണേന് പിന്നെ 850 രൂപ. ഒരു കിലോയ്ക്ക് 850. ഇത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മളെ നാട്ടിലൊന്നും വരികയല്ല, അവര് കയറ്റി അയക്കൂലല്ല. നമ്മളവിടെ വരുന്നൊക്കെ ചെറുത്. ഇത് നമ്മള് കൃഷിയാ. അത് നമ്മുടെ നാട്ടിലേക്ക് ഇത് നമുക്ക് തിന്നാൻ കിട്ടത്തില്ല. ഇത് മൊത്തം ഇടുന്നതിന് കമ്പനിക്കാര് കയറ്റിപ്പോയി. എന്താ ഇതിന്റെ സോഫ്റ്റ് ആയതുണ്ടോ, അതിന് വില കുറവായിരിക്കും. ചെറുത് ഇല്ല, ഇത് തൊണ്ട് സോഫ്റ്റ് ആയിരിക്കും. കട്ടിയുള്ളതുണ്ട്. ശരി. ഈ സാധനം നമുക്ക് കേറിപ്പോത്തേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മ ഇന്ത്യയിൽ തന്നെ കുറെ തിന്നുമ്പോ അറിയത്തില്ല. ഇത് 850 രൂപ ഹോൾസെയിലാണോ? അതിന്റെ മീശയാ, റീറ്റെയിലും കൂടും. അതിന്റെ മീശ, അതിന്റെ കൊമ്പ് കണ്ടോ? കമ്പനി വരെ കമ്പനി വരെ 850. മീശയാ ഇതല്ല. ഈർക്കല് കുത്തി ഫ്രൈ ചെയ്താല് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് കൊഞ്ചേ വറക്കുമ്പോ ഇങ്ങനെ ചുരുണ്ടു പോവോ? നമ്മുടെ അച്ചായം കൊഞ്ചാവുന്നതിനാണെങ്കിൽ കൊഞ്ചാവോ? ഇത് ഇത് ഒരു വർഷത്തെ വളർച്ചയാണോ? 3 മാസം കൊണ്ട് ഇത്ര വലിപ്പോ? ഇപ്പൊ 4 മാസമൊക്കെ ഉണ്ട്. 3 മാസം മതി. ഇത് 90 ദിവസം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊഞ്ച് പിന്നെ നമ്മളെ പോലുള്ളവർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും. ഇത് 850 രൂപയാവും. 850 രൂപ പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് ഇതേപോലെ കൊഞ്ച് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കുമോ? നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. ഇത് ചെറിയ കൊഞ്ചാകട്ടെ. ഇതിന് വെറും 400 രൂപ ഉള്ളല്ലേ? ഞങ്ങളുടെ ഇവിടെ 550 രൂപ. അത്രയും വിലയുണ്ട്. ഇത് ഹോൾസെയിലായിട്ടാണ് അവര് കൊടുക്കുന്നത്. ഇത് മൊത്തവും കൊഞ്ചാകട്ടോ. ഇവിടെ മൊത്തം കൊഞ്ചാ. ഇത് ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് ഇത് കണ്ടോ, പെട്ടിക്കണക്കിന് കൊഞ്ച് കിടക്കും കേട്ടോ. ചേട്ടാ, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഇത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഒരു വട്ടം പറഞ്ഞാൽ ആർക്കായാലും ഇഷ്ടപ്പെടും. രണ്ടാമത് എന്നെ ആക്ഷേപിച്ച് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതെ, ഇത് കണ്ടോ? ഇത്ര വലിയ കൊഞ്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴല്ലേ കണ്ടത്?